ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കും കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ദോശ ഉണ്ടാക്കിയിട്ടൊന്നും റെഡി ആയിട്ടില്ല. അങ്ങനെ അച്ചുകുട്ടന് സ്കൂളിൽ പോകണം. അപ്പോൾ അച്ചുകുട്ടൻ തലേദിവസം പറഞ്ഞിട്ടുണ്ട് ദോശയും ഗ്രീൻ പീസ് കറിയും മതിയെന്ന്. പിന്നെ രാവിലെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ആ മഴയൊക്കെ അങ്ങനെ ആസ്വദിച്ച് നിന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ അച്ചുകുട്ടനെ കൊണ്ടുപോകാനായിട്ടുള്ള വെള്ളവും എല്ലാം എടുത്തൊക്കെ വയ്ക്കുക കേട്ടോ. അച്ചുകുട്ടന് ഈ വർഷം ഞാൻ ചോറൊക്കെ കൊടുത്തു വിടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അച്ചുകുട്ടൻ പറഞ്ഞു രാവിലത്തെ ഫുഡൊക്കെ ഇടയ്ക്ക് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്തെങ്കിലും ആവട്ടെ, കഴിക്കേണ്ടതല്ലേ ഉച്ചയ്ക്ക്. പിന്നെ കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടല്ലേ. അത് കാരണം അവൻ്റെ ഇഷ്ടത്തിന് തന്നെ പോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ കൊണ്ടുപോകാനായിട്ടുള്ള വെള്ളമൊക്കെ എടുത്ത് വയ്ക്കുവാണേ. അപ്പോൾ ഇതിൻ്റെ പുറകെ തന്നെ നമ്മുടെ അമ്പുക്കുട്ടനെയും കുളിപ്പിച്ച് ഒരുക്കിയൊക്കെ നിർത്തണം. അമ്പുക്കുട്ടനെ അംഗനവാടിയിൽ വിടണം. അപ്പോൾ അച്ചിക്കുട്ടൻ 8:30 ആകുമ്പോഴത്തേക്കും പോകും കേട്ടോ. പിന്നെ സൈക്കിളിനും കൂടി പോണത് കൊണ്ട് കുറച്ച് നേരത്തെ ഞാൻ എന്തായാലും ആളെ ഒരുക്കിയൊക്കെ നിർത്തും. ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ച്. പിന്നെ ഇപ്പം മഴയും കൂടിയാണല്ലോ സ്കൂളിൽ പോണ ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ടിട്ട് അവനൊരു ടെൻഷൻ വേണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ നേരത്തെ ഒന്ന് ഒരുക്കി നിർത്താമെന്ന് വിചാരിക്കും. പിന്നെ അവർ പോകുന്നത് 3 പേരും കൂടിയുണ്ട്. ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു കുട്ടിയും കൂടിയുണ്ട്. പിന്നെ നമ്മുടെ വീടിനടുത്തുള്ള വേറൊരു കുട്ടിയും കൂടിയുണ്ട്. അങ്ങനെ 3 പേരും കൂടിയാണ് സൈക്കിളിന് പോണത്. പിന്നെ സൈക്കിളിന് പോണത് കൊണ്ട് തന്നെ ആൾക്കെന്തായാലും മടിയൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ മറ്റേത് ബസ്സിനകത്ത് നമ്മൾ പോകുമ്പോൾ ആൾക്ക് ചെറിയൊരു മടിയൊക്കെ വരും. ഇതിപ്പോൾ കൂട്ടുകാരെ കൂടിയല്ലേ പോണത്, അത് കാരണം വലിയ മടിയൊന്നുമില്ല. അങ്ങനെ ദോശയൊക്കെ കഴിക്കാനായിട്ടുള്ള ദോശയും ഒക്കെ റെഡിയാക്കുവാണ്. ദോശയും ഗ്രീൻ പീസ് കറിയും ആയതാന്ന് കൊണ്ട് ആൾ കഴിക്കും കേട്ടോ. ചില ദിവസം കഴിക്കാറില്ല കേട്ടോ. അങ്ങനെ ചൂട് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണ്. അരിദോശയാണ് കേട്ടോ. അച്ചുകൂട്ടന് ദോശയും ഗ്രീൻ പീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അച്ചുക്കുട്ടനെ എന്തായാലും സ്കൂളിലൊക്കെ വിട്ട് കഴിയുമ്പോൾ പിന്നെ പകുതി സമാധാനമാണ്. എന്താ വെച്ചാൽ അച്ചുക്കുട്ടൻ ഒരു 8:30 ആകുമ്പോഴത്തേക്കും പോകും. പിന്നെ അത് കഴിഞ്ഞ് ഒരു 10 മണി കഴിയുമ്പോഴാണ് നമ്മുടെ അമ്പാടിക്കുട്ടനെ അംഗനവാടി കൊണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ചുക്കുട്ടനെ പിന്നെ ആദ്യമേ ഞാൻ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അമ്പുക്കുട്ടൻ ഇടയ്ക്ക് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്പുക്കുട്ടനായിട്ട് ഞാൻ കുറച്ച് നേരം വർത്താനമൊക്കെ പറയുവാണ്. അമ്പുക്കുട്ടൻ ഇങ്ങനെ എഴുന്നേറ്റ് വന്നാൽ ചില ദിവസങ്ങളിൽ ഇങ്ങനെ കുറച്ച് നേരം കയ്യിലൊക്കെ ആൾ കയറിയിരിക്കും കേട്ടോ. ഒരു ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ചില ദിവസം ആൾ എഴുന്നേറ്റ് അങ്ങനെ കയ്യിലോട്ടൊന്നും ഇരിക്കാറൊന്നുമില്ല. പക്ഷേ ചില ദിവസം ഇങ്ങനെ ഇതേപോലെ കയ്യിലോട്ടൊക്കെ വന്നിരിക്കും. അപ്പോൾ പിന്നെ എടുത്ത് ഞാനും കുറച്ച് നേരം പുന്നാരിപ്പിച്ചൊക്കെ ഇരുത്തി. അത് കഴിയുമ്പോൾ പിന്നെ അവനൊന്ന് ഇരുത്തി. അങ്ങനെ അച്ചുക്കുട്ടനെ അവിടെ പോകാനായിട്ടുള്ള എല്ലാം റെഡിയാക്കി. അച്ചുക്കുട്ടൻ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അച്ചുക്കുട്ടനെ ഇറങ്ങണ സമയമായപ്പോഴത്തേക്കും ഒരു പൊടിമഴയൊക്കെ വന്നായിരുന്നു. പിന്നെ അച്ചുക്കുട്ടൻ റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് സൈക്കിളിനാണല്ലോ പോണത്. അതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അച്ചുക്കുട്ടൻ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അച്ചുക്കുട്ടനെ സ്കൂളിൽ വിടുവാണ്. അങ്ങനെ അച്ചുക്കുട്ടൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് ഞാൻ പിന്നെ അവിടെ ഇരിക്കും കേട്ടോ. എന്നിട്ടാണ് നമ്മുടെ അമ്പുക്കുട്ടൻ എന്തായാലും 10 മണി കഴിഞ്ഞ് പോയാൽ മതിയല്ലോ. ഉടനെ ഞാൻ എന്തായാലും അമ്പുക്കുട്ടനെയും റെഡിയാകത്തൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം കല്ലുമോളും അമ്പും ഒക്കെ ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അത് കഴിയുമ്പോഴേ ഉള്ളൂ പിന്നെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യത്തുള്ളൂ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവരെ കൂടി വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്പുക്കുട്ടനെയും കുളിച്ചൊരുക്കി ഒക്കെ നിർത്തുവാണേ. അംഗനവാടി പോകാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ ആൾ തന്നെ ബാഗൊക്കെ എടുത്തിട്ടുണ്ട്. ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. പിന്നെ സോപ്പിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടെ ഇരുത്തിയേക്കുവാണേ. വീട്ടിൽ ഇരുന്നാൽ ബോറടിക്കും. അവിടെ പോയി നിന്ന് കളിക്കാൻ ഇഷ്ടം പോലെ കൂട്ടുകാരൊക്കെ ഇടുമ്പോൾ അങ്ങനെ പോകാൻ ഇറങ്ങിയ സമയത്ത് ചെറിയൊരു മഴ പെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ചെറിയൊരു ദേഷ്യവും വന്നു. പോകാനായിട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ മഴ വന്നത്. അപ്പോൾ പിന്നെ അവൻ്റെ മൈൻഡൊക്കെ മാറി. പിന്നെ ഒരു ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പിണങ്ങിയൊക്കെ പോയി. അവിടെ കുറച്ച് നേരം തല്ലൊക്കെ പിടിച്ചുകൊണ്ട് നിന്നിട്ടാണ് പിന്നെ വന്നത് കേട്ടോ. പിന്നെ ഒരു കണക്കിന് ഞാൻ അംഗനവാടി കൊണ്ടാക്കിയിട്ട് വന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചെമ്മീനും മുരിങ്ങാക്കോലും മാങ്ങയും കൂടിയിട്ട് തേങ്ങ അരച്ച് വെച്ചു. പിന്നെ കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും. പിന്നെ അപ്പുറത്തുനിന്ന് അരിഞ്ഞ് തന്ന മാങ്ങയാണ്. അപ്പോൾ അതും കൂടി നമ്മൾ അച്ചാറിട്ടിട്ടുണ്ട്. അവർക്കും കുറച്ച് കൊടുക്കാൻ പാത്രത്തിലോട്ട് മാറ്റിയതാണ് കേട്ടോ. അപ്പോഴത്തേക്കും കല്ലുമുളൊക്കെ എഴുന്നേറ്റു. പിന്നെ കല്ലുമുളക് കൂടി കുറച്ച് നേരം കളിച്ച് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ വീട്ടിലുള്ള പൂച്ചക്കുഞ്ഞിന് സെപ്പറേറ്റ് നമ്മൾ വെള്ളം കൊടുത്താൽ അവൾ കുടിക്കത്തില്ല. ഇതേപോലെ കുഞ്ഞ് മീൻ ഇട്ട് വെച്ചേക്കുവാണ് പാത്രത്തിൽ. ആ വെള്ളം പോയാണ് കേട്ടോ കുടിക്കണം. അതെന്താണ് അങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അവൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ചിട്ട് അവളുടെ കാര്യം നോക്കി പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല. ബൈ ബൈ.